ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു ബോർഡർ ലൈൻ ഡിസൈൻ പഠിക്കാം. ഇതുപോലെ 3 വര വരച്ചെടുക്കുക. അതിനുശേഷം ഒരു റാ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. സാധാരണ നൂലാണ് എടുത്തിരിക്കുന്നത്. മെഷീനിൽ 6 ഇഴയായിട്ടെടുത്ത് നീഡിലിൽ കോർത്തതാണ്. ഇതാണ് 5-ാം നമ്പർ നീഡിലാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ നൂല് കുത്തിയെടുത്തു. ഇവിടെ തന്നെ താഴേക്ക് കുത്തി താഴ്ത്തി, അതിന് ശേഷം ഇതുപോലെ നീഡിൽ മേലോട്ട് കുത്തിപ്പൊക്കി നൂല് നീഡിലിൻ്റെ പുറകിൽ കൂടിയാണ് ഇട്ടത്. ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. അതിനുശേഷം വീണ്ടും താഴെ അതേ പോയിന്റിൽ കുത്തി താഴ്ത്തി മുകളിലുള്ള വരയിൽ കൂടി മുകളിലേക്ക് പൊക്കിയെടുക്കുന്നു. ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. വീണ്ടും താഴത്തെ ആദ്യത്തെ പോയിന്റ് കുത്തിയിറക്കുക. മുകളിൽ നമ്മൾ വരച്ച വരയിൽ കൂടി സൂചി മേലോട്ട് പൊക്കിയെടുക്കുക. സൂചിയുടെ പുറകിൽ നൂലിടുക. ഇതുപോലെ എടുക്കുക. ഇതുപോലെ തന്നെ വളരെ എളുപ്പം പഠിക്കാവുന്ന സ്റ്റിച്ചാണ്. നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് പൂക്കൾ തുന്നാൻ പറ്റും, വളരെ എളുപ്പം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഒരു നൂലും സൂചിയും ഒരു തുണിയൊക്കെ എടുത്ത് ചെയ്ത് പഠിക്കുക. ഇതുപോലെ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യും. ഇവിടെ നീഡിൽ കുത്തി താഴ്ത്തി അടിയിൽ കെട്ടിട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നീഡിൽ ഇവിടെ കുത്തി താഴ്ത്തുക. അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് ഇതുപോലെ മുത്തുകൾ വെച്ച് കൊടുക്കാം. നടുക്ക് മുത്തിന് പകരം ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. 8 ഇഴയിട്ട നൂലാണ്. 2 വട്ടം സൂചിയിൽ ചുറ്റി ശേഷം ഇതുപോലെ താഴേക്ക് താഴ്ത്തി കൊടുത്തു. ഇതുപോലെ സെൻട്രൽ കൂടി വലിച്ച മുകളിലോട്ട് എടുത്തു. നൂല് സൂചിയിൽ 2 വട്ടം ചുറ്റി കൊടുത്തു. മേലോട്ട് കുത്തിപ്പൊക്കി അതേ വഴിയിൽ കൂടി താഴേക്ക് സൂചി കുത്തി താഴ്ത്തി
ഇതുപോലെ വലിച്ചു കൊടുത്തു. ശരിക്കും ഇത് മുത്തുപോലെ തന്നെയുണ്ട് കാണാൻ. ഇത് ബോർഡർ ഡിസൈനാണ്. ചുരിദാറിൻ്റെ ബോട്ടം പാർട്ടിൽ, കൈകളിൽ, ചെസ്റ്റിലൊക്കെ ചെയ്യുന്നതാണ്. ബ്ലൗസിൻ്റെ കൈകളിലൊക്കെ ചെയ്യുന്ന ഡിസൈനാണ്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.